കേരളത്തിലെ ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നായ എന്ന് പറയുമ്പോൾ കോഴിക്കോട് നിന്നാണെങ്കിൽ അത് ഏതായിരിക്കും? അതെ, മിഠായി തെരുവ്. അവിടെ വ്യത്യസ്തമായൊരു ഇഫ്താർ സംഗമം നടന്നിരുന്നു. ആ ഇഫ്താറിന്റെ പ്രത്യേകത എന്താണ് എന്ന് നമുക്ക് അറിയണ്ടേ? ഐക്യത്തിന്റെ സന്ദേശവുമായി മാറിയ നോമ്പുതുറയിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. മതാചാരം മാറ്റിവെച്ച് ആഘോഷങ്ങളിൽ ഒന്നിച്ചു പങ്കുകൊള്ളുന്ന രീതി മലബാറിൽ പതിവുള്ളതാണ്. കോഴിക്കോട് മിഠായി തെരുവും അത്തരം കാഴ്ചയ്ക്കാണ് സാക്ഷിയായത്. മൊയ്തീൻ പള്ളി റോഡ് മുതൽ SM സ്ട്രീറ്റിലെ 500 മീറ്ററോളം ദൂരത്തിൽ നോമ്പുതുറ വിഭവങ്ങൾ മേശകളിൽ നിരന്നു. വെള്ളവും ജ്യൂസും ഈന്തപ്പഴവും തരിക്കഞ്ഞിയും ഫ്രൂട്ട്സും സമൂസയും കട്ട്ലറ്റുമൊക്കെ നോമ്പുതുറയ്ക്കായി ഒരുക്കി. ആതിഥേയരെ സ്വീകരിക്കാനാണ് കോഴിക്കോടിന്റെ പ്രത്യേകത. അത് നമ്മൾ വരുന്ന ആളുകളെ മനസ്സും വയറും നിറച്ചുകൊണ്ട് സന്തോഷത്തോടെ നോമ്പ് തുറന്നു പോകുന്ന ഒരു സാഹചര്യം ഒരുക്കാൻ ഈ വർഷം നമുക്ക് പറ്റി. 10,000 പേർക്കുള്ള ഫുഡാണ് ഉണ്ടാക്കിയത്. നല്ല ഉഷാറിൽ നടന്ന് പല ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. നമ്മളറിയാത്ത കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ഓൽക്കൊക്കെ ഇവിടെ വരുന്ന പർച്ചേസുകാർക്കും ഇവിടെ വന്നിട്ട് സാധനം തിന്നു പോകാനുള്ള സൗകര്യം ഒതുക്കി നമ്മൾ SM സ്ട്രീറ്റ്. മിഠായി തെരുവ് കാണാനും സാധനങ്ങൾ വാങ്ങാനും എത്തിയവർക്കുമൊക്കെ വ്യത്യസ്ത അനുഭവമായി മാറി. ഉപകാരമുണ്ട്. എല്ലാവർക്കും നല്ലപോലെ നോമ്പ് തുറക്കാനുള്ള അവസരം നാളെ അടുത്ത വർഷം ഇതിനെക്കാട്ടി ഇരട്ടിയുള്ള തലറക്കോട്ടെ. നല്ലൊരു ഹെൽപ്ഫുള്ളായ പോലെ തോന്നുന്നു. പർച്ചേസിന് വന്നാണ് നമ്മൾ വിചാരിക്കാത്ത സമയത്ത് നമുക്ക് നോമ്പെടുക്കാൻ പറ്റുന്ന പറയുന്ന വലിയൊരു കാര്യമല്ലോ. തുടർച്ചയായ 2ാം തവണയാണ് വ്യാപാരികളും തൊഴിലാളികളും ഉൾപ്പെടുന്ന മിഠായി തെരുവ് കൂട്ടായ്മ സമൂഹ നോമ്പുതുറ സംഘടിപ്പിക്കുന്നത്. 24 കോഴിക്കോട്. യെസ്, അപ്പോൾ ആ ഒരു ഇഫ്താർ സംഗമത്തിന്റെ പ്രത്യേകത എന്താണെന്ന റിപ്പോർട്ട് കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരുപാട് ഇടങ്ങളിലുണ്ട് കേട്ടോ. നമ്മുടെ ഈ പറയുന്നത് പോലെ തൊട്ടടുത്തൊക്കെയുള്ള ഇപ്പൊ നമ്മുടെ ഓഫീസിലാണെങ്കിൽ കൂടി ഇഫ്താർ സംഗമം അല്ലെങ്കിൽ കൂടി നോമ്പുതുറ വളരെ ഗംഭീരമായിട്ട് നടക്കാറുണ്ട്. അതിൽ നോമ്പെടുക്കുന്ന ആൾക്കാർ പങ്കെടുക്കാറുമുണ്ട്.